നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മലയാളികൾക്ക് വളരെ സുപരിചിതമായൊരു സസ്യത്തെയാണ്, നന്ദ്യാർവട്ടം. ഭഗവാന് ക്ഷേത്രത്തിൽ അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നൊരു പുഷ്പമായാണ് നന്ദ്യാർവട്ടം കൂടുതലായും കരുതപ്പെടുന്നത്. എന്നാൽ നേത്രരോഗങ്ങൾക്ക് വളരെ ഹിതമായിട്ടുള്ളൊരു ഔഷധം കൂടിയാണിത്. അപ്പോസിയ ഫാമിലിയിൽപ്പെടുന്ന നന്ദ്യാർവട്ടത്തിൻ്റെ ശാസ്ത്രീയ നാമം ടാബർമൊണ്ടാന ഡൈവേരിക്കേറ്റ എന്നാണ്. വിഷ്ണു ഭഗവാന് ഇഷ്ടപ്പെട്ട പുഷ്പം എന്ന നിലയിൽ വിഷ്ണുപ്രിയ എന്നും, നന്ദിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം എന്ന നിലയിൽ നന്ദി വൃക്ഷ എന്നും, ഏതു ഭാഗം ഒടിച്ചാലും പാൽ വരുന്നു എന്നർത്ഥത്തിൽ ക്ഷീരി എന്നും സംസ്കൃതത്തിൽ ഈ സസ്യത്തിനെ വിശേഷിപ്പിക്കുന്നു. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ധാരാളമായി കണ്ടുവരുന്ന ഈ സസ്യം ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ്. ധാരാളം ശാഖകളോട് കൂടിയ ഈ സസ്യത്തിൻ്റെ ഇലകൾ സമുഖമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ള നിറമാണ് പൂക്കൾക്കുള്ളത്. ടാബർമൊണ്ടാനിനാണ് പ്രധാന രാസഘടകം. വേര്, കറ, പൂവ്, ഫലം എന്നിവയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. ഫലത്തിന് ഏകദേശം 2.5 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. വിത്തുകൾക്ക് താമ്രവർണ്ണമാണ്. ഏകദേശം 7.5 മില്ലിമീറ്റർ വരെ നീളത്തിൽ കാണപ്പെടുന്നു. നന്ദ്യാർവട്ടത്തിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി കൂടുതലായി നമ്മളോട് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. നന്ദ്യാർവട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഗർഭിണികൾക്ക് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഈ പനി ഉണ്ടെങ്കിൽ നന്ദ്യാർവട്ടത്തിൻ്റെ കഷായം ഈ ഗോരോചനാദി ഗുളിക ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നന്ദ്യാർവട്ടം സമൂലം അല്ലെങ്കിൽ പട്ടിട്ടിട്ട് വെള്ളം തിളപ്പിച്ചാൽ വേദുവെള്ളം എന്ന് പറഞ്ഞൊരു പണ്ടത്തൊരു പ്രയോഗമുണ്ട്. ഈ വെള്ളത്തിൽ അവരെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു ക്ലേശത്തിന് ഇല്ലാണ്ടേക്കാം. പിന്നെ നന്ദ്യാർവട്ടത്തിന് ഒരു അത്ഭുതമായ ഔഷധ ഗുണമുള്ളത് കണ്ണുരോഗത്തിലാണ്. അത് പല വിധത്തിലും പ്രയോഗിക്കാം. ഈ കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിൽ അല്ലെങ്കിൽ കണ്ണിലുണ്ടാകുന്ന ചെറിയ ഒരു കാഴ്ചക്കുറവിനൊക്കെ ഈ നന്ദ്യാർവട്ടം പൂവിട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. പിറ്റേ ദിവസം അത് എടുത്തിട്ട് കണ്ണിൽ ധാര ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ണിലുണ്ടാകുന്ന ചെറിയ ചൊറിച്ചിലും ആ കണ്ണിലൊരു തിളക്കൊക്കെ വരും. പിന്നെ കണ്ണിൽ ഈ കഞ്ചങ്ക്റ്റിവൈറ്റീസ് എന്നൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഈ നന്ദ്യാർവട്ടത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ നീര് ലേശം തേൻ ചേർത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ആ ചുവപ്പ് കുറയും. ഇങ്ങനെ 2 അത്ഭുതമായിട്ടുള്ള ബലമുള്ളതാണ് ഈ നന്ദ്യാർവട്ടം. പിന്നെ നന്ദ്യാർവട്ടം നമ്മൾ നന്ദ്യാർവട്ടം ഇട്ട് കാച്ചിയ എണ്ണ തലയ്ക്ക് തേച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിന് വളരെ നല്ലതാണ്. കണ്ണിന് നല്ല കുളിർമ കിട്ടും. അത്യാവശ്യം ഈ ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് ഈ നന്ദ്യാർവട്ടം ഇട്ട് മൂപ്പിച്ച എണ്ണ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ്.